വയനാട്ടിൽ ആദിവാസി കുടുംബങ്ങളുടെ കുടിൽ പൊളിച്ച സംഭവത്തിൽ വനപാലകന് സസ്പെൻഷൻ. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ടി കൃഷ്ണനെയാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തത്. വിഷയത്തിൽ കർശന നടപടി സ്വീകരിക്കാൻ വനമന്ത്രി എ കെ ശശീന്ദ്രൻ നിർദ്ദേശം നൽകിയിരുന്നു. ന്യൂസ് മലയാളമാണ് കുടിൽ പൊളിച്ച വാർത്ത പുറത്തു കൊണ്ടുവന്നത്. രതീഷ് വാസുദേവനുണ്ട് വിശദാംശങ്ങളുമായി. രതീഷ്, നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയ വാർത്തയാണ്. വളരെ സന്തോഷമുണ്ട് ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായതിന്. ഇതിനപ്പുറം എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നത്? അതിന് തീർച്ചയായും ഇന്നലെ ന്യൂസ് മലയാളം പുറത്തു കൊണ്ടുവന്ന കുടിൽ പൊളിക്കൽ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ടി കൃഷ്ണനെ ദക്ഷിണ മേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ദീപ കേസാണ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ വനം വകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ട് കർശന നടപടി ഇത് സംബന്ധിച്ച് സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പ്രാഥമിക അന്വേഷണം നടത്തി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അന്യായമായി കുടിൽ പൊളിച്ചു നീക്കേണ്ട സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരുന്നില്ല എന്നാണ് പ്രാഥമികമായി അന്വേഷണത്തിൽ മനസ്സിലാക്കുന്നത്. എന്നാൽ കയ്യേറ്റം ഒഴിപ്പിക്കുക എന്ന രീതിയിൽ മാത്രമാണ് വനപാലകർ ഇടപെട്ടതെന്നും വനപാലകരെ ഇത്തരത്തിൽ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പല ഭാഗത്തുനിന്നും ഉണ്ടാവുന്നതെന്നും ആവശ്യപ്പെട്ട് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ പ്രതിഷേധക്കുറിപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട്. വനപാലകർ അവരുടെ ജോലി മാത്രമാണ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള ന്യായീകരണങ്ങളാണ് ആ വാർത്താക്കുറിപ്പിലുള്ളത്. എന്തായാലും അകാരണമായി ഏത് സാഹചര്യത്തിലായാലും ഇങ്ങനെ വീട് പൊളിച്ച് പുറത്താക്കുന്ന സംവിധാനം അംഗീകരിക്കാനാവില്ല എന്ന തരത്തിലുള്ള വലിയ പ്രതിഷേധം ഇന്നലെ ഉയർന്നിരുന്നു. തുടർന്നാണ് വനംവകുപ്പ് മന്ത്രി ഉൾപ്പെടെ ഇടപെട്ട ഇത്തരത്തിൽ ഒരു അന്വേഷണം നടത്താനും കുറ്റക്കാർക്കെതിരെ പ്രാഥമികമായ നടപടി സ്വീകരിക്കാനും ആവശ്യപ്പെട്ടത്. തുടർന്നാണ് ഇന്ന് ദക്ഷിണ മേഖല ഫോറസ്റ്റ് കൺസർവേറ്റർ കെ എസ് ദീപ ഇത്തരത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തുകയും സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ടി കൃഷ്ണനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും പ്രാഥമികമായ പ്രവർത്തനങ്ങളാണ് തങ്ങൾ കുടിയൊഴിപ്പിക്കൽ നടത്തിയതെന്ന ന്യായീകരണങ്ങൾ തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അസോസിയേഷൻ ഇപ്പോൾ പറയുന്നത്. ഇവരോട് ഈ കുടിൽ പൊളിക്കുന്ന വിവരം ഇവരെ അറിയിച്ചിരുന്നുവെന്നും ആണ് ഈ ഘട്ടത്തിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊന്നും ഇത്തരത്തിലൊരു ന്യായീകരണം ഉണ്ടായിരുന്നില്ല. എന്നാൽ നടപടിക്ക് പുറമെ ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധക്കുറിപ്പുമായി കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ പ്രവർത്തകർ രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും നടപടി വളരെ അടിയന്തരമായ രീതിയിൽ തന്നെ വനംവകുപ്പ് ഈ വിഷയത്തിൽ ഇടപെട്ടു. മനുഷ്യത്വപരമായ സമീപനം തന്നെ വേണം ആദിവാസി വിഭാഗത്തോട് എന്ന നിർദ്ദേശവും വനംവകുപ്പ് മന്ത്രി ഇക്കാര്യത്തിൽ നൽകിയിട്ടുണ്ട്. ആതിര. ശരി, രതീഷ് വാസുദേവനാണ് വിശദാംശങ്ങൾ നൽകിയത്.